തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷൻ വിജയ് പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീ ക്ഷേമത്തിനും യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുമാണ് പത്രികയിൽ പ്രധാന ഊന്നൽ നൽകിയിരിക്കുന്നത്. കുടുംബനാഥകളായ 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകുമെന്നതാണ് പ്രധാന വാഗ്ദാനം. ജീവിത ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഓരോ കുടുംബത്തിനും വർഷത്തിൽ 6 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിലെ വധുക്കൾക്ക് വിവാഹ സഹായമായി 1 പവൻ സ്വർണ്ണവും പട്ടുശീലയും നൽകുമെന്നും പത്രികയിൽ ഉറപ്പു നൽകുന്നു. സ്ത്രീകൾ നടത്തുന്ന സ്വയം സഹായ സംഘം യൂണിറ്റുകൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും. വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ കുട്ടികളുടെ അമ്മമാർക്ക് പ്രതിവർഷം 15,000 രൂപ ധനസഹായം വിജയ് ഉറപ്പു നൽകി. ഉന്നത പഠനത്തിനായി 20 ലക്ഷം രൂപ വരെ പലിശരഹിത വിദ്യാഭ്യാസ വായ്പ നൽകുകയും ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സൗജന്യ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന വൻകിട ആരോഗ്യ പദ്ധതിയും പ്രകടന പത്രികയിലുണ്ട്. കൂടാതെ ലഹരിമുക്ത തമിഴ്നാട് എന്ന ലക്ഷ്യത്തോടെ മയക്കുമരുന്ന് കടത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും വിജയ് വ്യക്തമാക്കി. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം 4,000 രൂപയും ഡിപ്ലോമക്കാർക്ക് 2,500 രൂപയും സ്റ്റൈഫൻഡ് നൽകും. ഒപ്പം 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. കർഷകരുടെ 5 ഏക്കറിൽ താഴെയുള്ള കാർഷിക വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളും. കരിമ്പിന് മിനിമം താങ്ങുവില ടണ്ണിന് 4,500 രൂപയായും നെല്ലിന് ക്വിന്റലിന് 3,500 രൂപയായും ഉയർത്തുമെന്നും TVK പ്രകടന പത്രികയിലുണ്ട്. അതേസമയം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സവിശേഷമായ ഒരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. ഇത് പാർട്ടിക്ക് ഒരേ സമയം ആവേശവും ആശങ്കയുമാണ് നൽകുന്നത്. ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്ന ഒരു പുതിയ പാർട്ടി എന്ന നിലയിൽ തമിഴ്നാട്ടിലെ ആകെയുള്ള 234 സീറ്റുകളിലും TVK മത്സരിക്കുന്നുണ്ട്. ഭരണകക്ഷിയായ DMK, പ്രധാന പ്രതിപക്ഷമായ AIADMK എന്നീ കരുത്തരായ ദ്രാവിഡ പാർട്ടികളോടും BJP, കോൺഗ്രസ് തുടങ്ങിയ ദേശീയ പാർട്ടികളോടുമാണ് വിജയ് പൊരുതുന്നത്. വിജയുടെ ജനപ്രീതിയിൽ വിശ്വസിച്ച് യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ടെന്നത് ദൃശ്യമാണ്. എന്നാൽ ഈ പിന്തുണ അദ്ദേഹത്തിന് മുന്നിൽ ഒരു വലിയ അവസരവും ഒപ്പം കഠിനമായ വെല്ലുവിളിയുമാണ് ഉയർത്തുന്നത്. വിജയുടെ മാറ്റത്തിന്റെ സന്ദേശം ജാതിക്കും മതത്തിനും അതീതമായ വിവിധ വിഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും പഴയകാല തിരഞ്ഞെടുപ്പ് രീതികളെ തകർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് 35 മുതൽ 40 വയസ്സിന് താഴെയുള്ളവരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. കന്യാകുമാരിയും സമീപ ജില്ലകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലകളിൽ ക്രിസ്ത്യൻ വോട്ടർമാർക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ TVK മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ യുവാക്കൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കാനിടയുണ്ട്. 51 വയസ്സുകാരനായ വിജയ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടയാളാണ്. തമിഴ്നാട്ടിലെ ജനസംഖ്യയുടെ 6%-ലധികം ഈ സമുദായത്തിൽപ്പെട്ടവരാണ്. കന്യാകുമാരിയിൽ അദ്ദേഹം നടത്തിയ റോഡ് ഷോയിൽ നരച്ച മുടിയുള്ള ഒരാളെ കണ്ടെത്തണമെങ്കിൽ ഏറെ പണിപ്പെടണമായിരുന്നു. ഇരുചക്രവാഹനങ്ങളിലായി 100 കണക്കിന് യുവാക്കളാണ് വിജയെ ഒരു നോക്ക് കാണാൻ ആ 4 വരി പാതയിലേക്ക് ഒഴുകിയെത്തിയത്. ഇതിൽ തങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പമോ പങ്കാളികൾക്കൊപ്പമോ എത്തിയ യുവതികളും ഉണ്ടായിരുന്നു. ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിന് പകരമായി സ്വയം വിശേഷിപ്പിക്കുന്ന 59-കാരനായ തമിഴ് ദേശീയവാസി S. സീമാന്റെ നാം തമിഴർ കക്ഷിക്ക് യുവാക്കൾക്കിടയിലും മധ്യവയസ്കർക്കിടയിലും ചില സ്വാധീനങ്ങളുണ്ട്. എങ്കിലും ഈ നിർണായക തിരഞ്ഞെടുപ്പിൽ വിജയ് ഒരു പ്രധാന ഘടകമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഒരു കാലത്ത് 2 പ്രധാന ദ്രാവിഡ പാർട്ടികളും അവരുടെ സഖ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്ന തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വിജയുടെ വരവ് പ്രവചനാതീതമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. DMK, AIADMK എന്നീ പാർട്ടികൾ മാറി മാറി ഭരിക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ രീതിയോട് യുവാക്കളിൽ ഒരു വിഭാഗത്തിന് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. 2 പ്രധാന പാർട്ടികളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യങ്ങളിലും ആനുകൂല്യങ്ങളിലും അവർ ആകൃഷ്ടരല്ലെന്ന് തോന്നുന്നു. എന്നാൽ മുതിർന്നവർ ഇവരെ രാഷ്ട്രീയ ബോധമില്ലാത്ത സിംഗിൾ പ്രസംഗം എന്ന് വിളിച്ച് തള്ളിക്കളയുകയാണ്. ഇവർ വിജയിക്കും അദ്ദേഹത്തിന്റെ സിനിമകൾക്കും വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരാണെന്നും ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം പോലും ആയിട്ടില്ലെന്നുമാണ് മുതിർന്നവർ വാദിക്കുന്നത്. അടിത്തട്ടിൽ ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഇല്ലാത്തത് TVK ഒരു വെല്ലുവിളിയായി തുടരുന്നു. ഓരോ പോളിംഗ് ബൂത്തിലെയും കരുത്ത് നിർണായകമാകുന്ന കടുത്ത മത്സരങ്ങളിൽ നിലവിലുള്ള പ്രമുഖ പാർട്ടികൾക്കാണ് മുൻതൂക്കം. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ എല്ലായിടത്തും ഉയരുന്ന ചർച്ച അവൻ വോട്ട് പിടിക്കും എന്നതാണ്. വിജയുടെ പങ്കിനെ ഇത് ചുരുക്കി കാണിക്കുന്നു. ഈ വോട്ട് വിഭജനം തങ്ങൾക്ക് ഗുണകരമാകുമെന്നതാണ് ഇരു മുന്നണികളും വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.